നിത്യ, ഒരു മിനിറ്റ്. ഐ ലവ് യു. നിത്യ, പ്ലീസ് നിത്യ. നിത്യ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. ഒന്ന് മാറിപ്പോയിക്കേ. നമ്മുടെ ജീവിതത്തിൽ എന്നും കാണുന്ന ഒരാൾ തന്നെയവൻ. ഇവന്റെ പേര് രാജേഷ്. BA സെക്കൻഡ് ഇയറാ. ഇവനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഇപ്പം ഈ സീൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഒരു പൂവും കൊണ്ട് പൂവാലിനെ പോലെ കേരളം മുഴുവൻ നടക്കുന്ന പയ്യന്മാരിൽ ഇവനെ ഒരുത്തിന്. ഇവനെപ്പോലെ ജീവനെ തുല്യം സ്നേഹിക്കുന്ന ഒരു പയ്യനെയും ഇവനെപ്പോലെ ശരീരത്തിൽ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന പയ്യനെയും പെൺകുട്ടികൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാ നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ, എന്നാ നമുക്ക് പോവാം. എവിടെ ശാന്തി? 2 ദിവസമായിട്ട് കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും ഡോക്ടർ. വന്ന ഉടനെ എന്നെ കാണാൻ പറയൂ. ശരി ഡോക്ടർ. വാവാ, എന്താ ഇത്ര ലേറ്റായേ? ബസ് കിട്ടാൻ കുറച്ച് ലേറ്റായി. ഓ, അല്ല ചേട്ടാ, ഒരു ചെറിയ ഹെൽപ്പ്. പറയൂ. വീട്ടിൽ കുറച്ച് വയറിംഗ് ചെയ്യാനുണ്ട്. പരിചയത്തിലെ ഇലക്ട്രീഷ്യൻ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് അടുത്തുള്ള ആരെയും അറിയില്ല, അതുകൊണ്ടാ ചോദിച്ചത്. അതിനെന്താ മോളെ, ഞാൻ നോക്കിക്കോളാം. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ട്, അവനോട് ഞാൻ വരാൻ പറയാം. താങ്ക്സ് ചേട്ടാ. എന്തിനാ മോളെ താങ്ക്സ് ഒക്കെ? ഡോക്ടർ നിന്നെ അന്വേഷിച്ചിരുന്നു, അകത്തേക്ക് വെക്കൂ. ഇപ്പൊ പോവാ. ആരാ? ഓ, നിങ്ങളുടെ വീടായിരുന്നോ? ഞാനാണെങ്കിൽ വേറെ ആരെന്നാ വിചാരിച്ചത്. നിങ്ങളാരാ? എന്നെ അറിയില്ലേ? ഇലക്ട്രീഷ്യനെ വേണമെന്ന് ചോദിച്ചായിരുന്നില്ലേ? ചോദിച്ചിരുന്നു. അത് വരൂ. നിങ്ങളാണോ ഇലക്ട്രീഷ്യൻ? ഞാനല്ല, ഇവനാ. എനിക്ക് സ്വന്തമായിട്ട് ചാലയിലൊരു കടയുണ്ട്, MK മെറ്റൽസ്. കേട്ടുണ്ടോ? പിന്നെന്തിനാ നിങ്ങളിവിടെ? അത് പിന്നെ എനിക്കറിയാന്നുള്ളൊരു ഇലക്ട്രീഷ്യൻ കട ഇവിടെ ഉണ്ട്. ഓണറിന്റെ കൂട്ടുകാരന്. അവനെ പറഞ്ഞത് ഇവിടെ എന്തോ ആവശ്യമുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ വേണ്ടിട്ട്. പ്രശ്നമൊന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ, അതുകൊണ്ടാ. അതെ അതെ, അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തോന്ന്? അതല്ല, നാട് മുഴുവൻ പ്രശ്നം, അതുകൊണ്ട് പറഞ്ഞതാ ഞാൻ. എന്താ പ്രശ്നം? ആ സ്വിച്ച് ബോർഡ് വർക്കാവുന്നില്ല. ഈ സ്വിച്ച് ബോർഡോ? അതെ, അതൊന്ന് മാറ്റണമെന്നാ തോന്നുന്നത്. ഫാനും ശരിക്കും വർക്കാവുന്നില്ല. അത് ശരി, അതെ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. യോ, നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നേ? അതൊക്കെ അദ്ദേഹം നോക്കിക്കൊള്ളുന്നേ. നിങ്ങൾ ധൈര്യമായിട്ട് വയ്ക്കോ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നാൽ മതി. നിങ്ങൾ പൊയ്ക്കോ. അത് സാരമില്ല, ഞാനിവിടെ നിന്നോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇവിടെ ഉണ്ടല്ലോ. ഞാൻ നോക്കിക്കൊള്ളാനേ. എന്നാ ശരി, നിങ്ങളൊന്ന് നോക്കിക്കോളൂ. ഞാൻ ദാ ഇപ്പൊ വരാം. ദാഹിക്കുന്നുണ്ടോ? തനിക്ക് കുടിക്കാൻ വെള്ളം വേണോ? ഉണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇവൻ ആ പെണ്ണിന്റെ നിന്ന് വാങ്ങും. ഇവന്റെ ആത്മാർത്ഥത കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ, ഇവന്റെ ലവിന് കണക്ഷൻ കൊടുക്കാൻ എന്നെ കിട്ടിയുള്ളൂ.
ചായ കുടിക്കുന്നോ? വേണ്ട, അതൊന്നും വേണ്ട. നിങ്ങൾ കുടിച്ചോ, ഞങ്ങൾ കുടിച്ചിട്ടാ വന്നത്. എടാ മഹാബാബി, ഒരു കാപ്പി കിട്ടിയത് അതും ഇല്ലാതാക്കി. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ? മാഡം, ആ ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് ഓൺ ചെയ്ത് നോക്ക്. ആ വളരെ താങ്ക്സ്. എത്രയായി? 100 രൂപ. ഏയ്, 50 രൂപയൊക്കെ മതി. ഞാൻ തന്റെ ഓണറിനോട് പറഞ്ഞോളാം. താൻ 50 രൂപ മാത്രം കൊടുത്താൽ മതിയെന്നേ. ഇവൻ എന്റെ കൈക്ക് പണിയുണ്ടാക്കിയിട്ട് അടങ്ങും. താങ്ക്സ് ഏട്ടാ. ശരി, ഞാൻ ഇറങ്ങുക. ഇതുപോലെ എന്ത് പണിയുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എന്റെ പേര് ശ്രീ എന്നാ. വേണമെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോ. 9941216115. ഓക്കെ. ഇവിടെ വേറെ ഉണ്ടല്ലോ. ഇവന്റെ ഒരു കോഡ്. ഓലവലാതി. ആരാ? ഞാൻ ശ്രീ. ബൈക്കൊന്ന് റിപ്പയറായി. അപ്പോൾ കൈയൊക്കെ ഓയിലായി. അതുകൊണ്ട് ഹാൻഡ് വാഷ് ചെയ്തിട്ട് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോന്ന് ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാ. ഒന്ന് വെയിറ്റ് ചെയ്യൂ.
അകത്തേക്ക് വാ. ദാ അവിടെ വാഷ് ചെയ്തോളൂ. ആ ഓക്കെ. അല്ല, അത് നനഞ്ഞിരിക്കുക. ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുവരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചായ കോഫി എന്തെങ്കിലും എടുക്കട്ടെ? കോഫി. ദാ കുടിക്ക്. താങ്ക് യു. കോഫി അടിപൊളിയായിട്ടുണ്ട്. താങ്ക്സ്. അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോൺ ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. കോളൊന്നും കണ്ടില്ല. എന്താ എന്ത് പറ്റി? ഇല്ല, ഐ എം ഓക്കെ. ഒന്നും ആവശ്യമില്ല. താങ്ക് യു. കേബിൾ ടി വി ഒക്കെ ശരിക്ക് വരുന്നുണ്ടോ? എന്താ? ടി വിയെ ഈ കേബിൾ ടി വിയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ കൂട്ടുകാരൻ്റെയാ, ഞാൻ അവനോട് പറഞ്ഞേക്കാം. ഓക്കെ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഏത് ചാനലാണ് ഇഷ്ടപ്പെട്ട് കാണുന്നത്? എനിക്ക് VTV, MTV, കപ്പ TV ഇതൊക്കെ 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 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തനിക്കോ? എനിക്ക് കുറച്ച് പുറത്തു പോകാനുണ്ട്. എവിടേക്കാ? മാർക്കറ്റിൽ പോകാനുണ്ടായിരുന്നു. സോ പ്ലീസ്. ഓ സോറി, ഞാനെന്നാ ഇറങ്ങാം. പിന്നെ കാണാം. അത് പിന്നെ